സാമാജികന്മാർക്ക് നിങ്ങൾ സ്വീകരണം നൽകുകയാണ്. ഒരുപക്ഷെ ടി വിക്ക് ഈ സ്വീകരണം പല പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിന്റെ സ്വീകരണമായിരിക്കാം. PMA ഷമീർ സാഹിബിന്റെ ഈ സ്വീകരണം പല പഞ്ചായത്തുകളുടെയും സ്വീകരണം പോലെ ഒരു സ്വീകരണമായിരിക്കാം. എന്നെ സംബന്ധിച്ച് ഈ സ്വീകരണം എന്ന് പറയുന്നത് സാധാരണ ഒരു പഞ്ചായത്ത് കമ്മിറ്റി നൽകുന്ന സ്വീകരണമല്ല. എന്റെ പഞ്ചായത്ത് നൽകുന്ന സ്വീകരണം എന്നത് എന്നെ ഞാനാക്കിയ ഒരു ജനതയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ ബാല്യവും എന്റെ കൗമാരവും ഞാൻ കണ്ട കിനാവുകളും എനിക്കുണ്ടായ സ്വപ്നങ്ങളും പങ്കുവച്ചതും നടന്നതും പിച്ചവെക്കുമ്പോൾ കൈവച്ചതും രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് കൈനന്നതും ഈ വേദിയിലും ഈ സദസ്സിലും ഇരിക്കുന്ന എന്റെ നേതാക്കന്മാരും സഹപ്രന്നത് അഭിമാനത്തോടുകൂടി അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പിറകിലെ വീഡിയോയിൽ അവസാനം കേരളത്തിന്റെ നിയമസഭക്കകത്ത് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സത്യവാചകങ്ങൾ വീഡിയോയുടെ അവസാനം കേട്ടു. ഞാൻ കേവലം വാക്കുകൾക്ക് വേണ്ടി പറയുകയല്ല. ആ സത്യവാചകങ്ങൾ സഭക്കകത്ത് ഞാൻ ചൊല്ലുമ്പോൾ ഈ നിറഞ്ഞ വേദിക്കുമ്പിൽ അത് ആവർത്തിച്ച് നിങ്ങൾ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അതിലോരോ അക്ഷരങ്ങൾക്കും അതിലോരോ വാക്കുകൾക്കും മൂന്നിയൂരുകാരന്റെ ആത്മാഭിമാനമുണ്ട് എന്ന് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് കാൽ വഴുതി വീഴാൻ പോയിട്ടുണ്ടോ എങ്കിൽ, ഒന്ന് കാൽ തെറ്റി വീഴാൻ വേണ്ടി പോയിട്ടുണ്ടോ എങ്കിൽ ആ സമയത്ത് വീഴാതിരിക്കാനുള്ള കരുത്തു നൽകിയത് എന്റെ ചെറുന്നൂരും നമ്മുടെ മൂന്നിയൂരുമാണ് എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ സ്വീകരണം മറ്റേത് സ്വീകരണത്തെക്കാളും എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണ്. ഒരു MSFകാരനായി ചെറുന്നൂരിലെ എന്റെ നാട്ടിൽ ഒരു MSFകാരനായി നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് രാത്രി ഒരു 11 മണിക്ക് ശേഷം എന്റെ വീട്ടിൽ കോളിംഗ് ബെല്ല് മുഴങ്ങിയിരുന്നു. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് തലത്തിലേക്ക് ഞാൻ ആദ്യമായി കടന്നു വരുന്നതിന്റെ ആദ്യത്തെ ക്ഷണം എനിക്ക് കിട്ടിയത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അർദ്ധരാത്രിയിൽ ഞങ്ങളൊക്കെ ഉറങ്ങിയ ശേഷം അടിച്ചൊരു കോളിംഗ് ബെല്ലാണ്. ആ കോളിംഗ് ബെല്ല് അടിച്ച് 2 പേർ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നോട് പറഞ്ഞു, നവാസിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചെറിയ വിദ്യാർത്ഥിയാണ്. പഞ്ചായത്ത് MSFന്റെ ഒരു കൗൺസിലുണ്ട്. നവാസ് പഞ്ചായത്ത് MSFന്റെ കൗൺസിലിന് വരണം. അന്ന് കൗൺസിൽ എന്താണ് എന്ന വാചകത്തിന്റെ പൂർണ്ണമായ ബോധ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ല, ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല ഞാൻ. ക്ഷണിക്കാൻ വരുന്ന 2 മുഖങ്ങളും 2 പേരുകളും ഞാൻ മുമ്പെപ്പോഴും കണ്ടതോ പരിചയമുള്ളതായ 2 പേരുമായിരുന്നില്ല. പക്ഷെ ആദ്യമായി പഞ്ചായത്ത് തലത്തിലേക്ക് ഞാൻ ആദ്യമായി എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നതും ആ യോഗത്തിൽ പഞ്ചായത്ത് MSFന്റെ ഒരു എളിയ ഭാരവാഹിയായതും അവിടുന്ന് അങ്ങോട്ട് MSFന്റെ പ്രവർത്തനങ്ങൾ സജീവമാകാൻ സാധിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഞാനാകാൻ മൂന്നിയൂരിന്റെ കരുത്തുള്ള വിവിധങ്ങളായ തലങ്ങൾ പ്രവർത്തിക്കുന്ന ഒരുപിടി നേതാക്കന്മാർ അവരെ കണ്ടും കേട്ടും അവരെ വായിച്ചും അവരെ അറിഞ്ഞും അവരെ ചേർത്ത് വെച്ചും ഈ കരുത്താർജിക്കാനും അതിന് യോജക മണ്ഡല MSFന്റെ ഒരു ജനറൽ സെക്രട്ടറിയായും സംസ്ഥാന MSFന്റെ പ്രസിഡന്റായും എന്റെ രാഷ്ട്രീയ വിദ്യാർത്ഥി ജീവിതത്തിന് തുടക്കം കുറിക്കുന്നുവെങ്കിൽ അന്ന് വന്ന 2 പേർ ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ കുമ്മരകോയയും റഹീം പൂവാട്ടിലുമായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടെയും കൃതജ്ഞതയോടെയും ഞാൻ ഓർക്കുകയാണ്. അന്ന് അർദ്ധരാത്രി അവരെ ക്ഷണം സ്വീകരിച്ച് പഞ്ചായത്ത് തലത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ച സമയം മുതൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരെല്ലാവരും കാണിച്ച സ്നേഹം, ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് തങ്ങളുടെ മണ്ണിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുമ്പോ ഒരു ഈയമ്പാട്ടിയെപ്പോൾ അവൻ വീണു പോകണമെന്ന് കരുതിയ ഒരാളും മൂന്നിയൂരിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. എനിക്ക് കൈയടിച്ചു തന്ന് എന്നെ ഉയരെ പറക്കാൻ എന്നും ഈ മണ്ണ് പ്രേരിപ്പിച്ചിട്ടേ ഉള്ളൂ. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായി ഞാൻ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, ഭാരവാഹിയെ തെരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഒരു ഘട്ടത്തിൽ ഒരു മത്സര സ്വഭാവം വന്ന സമയത്ത് MA സാഹിബിന്റെ വീട്ടിൽ ഭാരവാഹികൾ യോഗം ചേർന്ന് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് നേതാക്കന്മാർ എന്നോട് പറഞ്ഞത്, അങ്ങനെ ഒരു അവസരം നവാസിന് കിട്ടുമെങ്കിൽ അത് നഷ്ടപ്പെടുത്തേണ്ടതില്ല, അതിന് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞ് കൈയടിച്ചാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഓരോ യാത്രയിലും അതുണ്ടായിട്ടുണ്ട്. MSFന്റെ പ്രസിഡന്റായി നിൽക്കുമ്പോ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ട എന്റെ ബക്കർക്കയും പ്രിയപ്പെട്ട MA സാഹിബും എന്നെ തേടി വീട്ടിൽ വന്നതും വിഷയങ്ങൾ ആരാഞ്ഞ് കരുത്തു പകർന്നതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഓർമ്മകളൊക്കെ എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ MLA ആയത് താന്നൂരിൽ നിന്നാണ്. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ മത്സരരംഗത്തേക്ക് ജീവിതത്തിൽ ആദ്യമായി കാലെടുത്ത് വെച്ചത് താന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ആ താന്നൂരിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു,
ഒരു MLA ആയി ഇന്ന് വിജയിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ അത് എന്റെ നാട്ടിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കൂടി അതിന്റെ പിറകിലുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനകൾ മാത്രമല്ല, ചിലരുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. താന്നൂരുകാരനായി ഞാൻ മത്സരിക്കുമ്പോ മൂന്നിയൂരുടെ പലരുടെയും കഠിനാധ്വാനം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ഹമീദ് മാഷ് പറഞ്ഞു, പിതൃവാത്സല്യത്തോടു കൂടി എന്നെ പ്രിയപ്പെട്ട ഹമീദ് മാഷ് കൈപിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. TV നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ ഒരു വാക്ക് പോലും അതിശയോക്തിയായോ സദസ്സിന് അനുകൂലമായോ പറഞ്ഞതല്ല. അക്ഷരാർത്ഥത്തിൽ MSFകാരനായ കാലം മുതൽ എന്റെ കൈ പിടിച്ചതിന്റെ മുമ്പിൽ TV ഇബ്രാഹിം സാഹിബ് നടന്നിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അതിലേറെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിൽ പറയുകയാണ്. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം MSFന്റെ നിയോജകമണ്ഡലം സെക്രട്ടറിയുടെ താന്നൂർ നിയോജകമണ്ഡലം സെക്രട്ടറി വീട്ടിൽ ചെന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലൊരു നേതാവിന്റെ മകളുടെ വീട് തൊട്ടപ്പുറത്തുണ്ട് എന്ന്. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ആ മകൾ എന്നോട് പറഞ്ഞു, ഉപ്പ ഒട്ടുമിക്ക ദിവസവും ഇവിടെ വരാറുണ്ട്, നിങ്ങളുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരാറുള്ളത് എന്ന് പറയാറുണ്ട്. മൂന്നിയൂരുകാരനായ ഒരു നേതാവ് ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ നിയോജക മണ്ഡലത്തിൽ ഒട്ടുമിക്ക ദിവസവും രാത്രിയിൽ എന്റെ നിയോജക മണ്ഡലത്തിന്റെ റിവ്യൂ മീറ്റിംഗിന് വേണ്ടി അവിടെ വരികയും ഒരു തവണ പോലും എന്നെ വിളിച്ച് ഞാൻ ഇവിടെയുണ്ട് നവാസ എന്ന് എന്നോട് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉണ്ടെന്നറിഞ്ഞ് ഒന്നിലധികം തവണ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ നന്ദി പറയാൻ. പക്ഷെ ഒരു തവണ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്നാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാത്രിയിലും അവിടെ വന്നാണ് അദ്ദേഹം കടന്നുപോയത്. അത് മറ്റാരുമായിരുന്നില്ല, പ്രിയപ്പെട്ട MA ഖാദർ സാഹിബാണ്. ഞാൻ അറിയാതെ എന്റെ തിരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നത് അഭിമാനമുള്ള കാര്യമാണ്. അനീഫ മോദിയുടെ ഉണ്ട്. ഒരുപക്ഷെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളൊക്കെ ഉള്ളപ്പോ ജില്ലാ കമ്മിറ്റിയുടെ ചുമതല മറ്റൊരു നിയോജക മണ്ഡലത്തിൽ വഹിക്കുന്ന ഘട്ടത്തിലും ഒന്നിലധികം ദിവസം എന്റെ നിയോജക മണ്ഡലത്തിൽ ഉടനീളം കുടുംബയോഗങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് ഒരു മൂന്നിയൂരുകാരൻ എന്ന രീതിയിൽ അനീഫ മോദിയുടെ സാന്നിധ്യം എനിക്കേറെ കരുത്തു പകർന്നു എന്നതും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പ്രിയപ്പെട്ട കുഞ്ഞാപ്പുകയും പ്രിയപ്പെട്ട ഷംസുകയുമാണ്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുമ്പോഴും അവരുടെ സാന്നിധ്യവും താന്നൂരിന്റെ തെരുവുകളിൽ എനിക്കേറെ സന്തോഷം നൽകിയിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ സ്ഥാനാർത്ഥിയായ നിമിഷം മുതൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ എന്റെ നിയോജക മണ്ഡലത്തിൽ വന്നത്, ഓരോ ഘട്ടത്തിലും എന്നെ വിളിച്ചത്, രാത്രിയിൽ എന്നെ വന്ന് കാത്തിരുന്നിട്ടും കാണാതെ മടങ്ങിപ്പോയാലും പിറ്റേ ദിവസം വീണ്ടും വന്ന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു തന്നത്, ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആദ്യമായി മത്സരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രീതിയിൽ പലതിനെ കുറിച്ചും അവ്യക്തത ഉണ്ടാകുമ്പോഴും പലതരത്തിലും ഇരുട്ട് പകരുന്ന സമയത്തും ഒരു ടോർച്ച് വെളിച്ചം പോലെ എനിക്ക് മുമ്പിൽ നിന്ന രണ്ട് നേതാക്കന്മാർ മൂന്നിയൂരിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട LM അൻവർ സാദത്തും പ്രിയപ്പെട്ട ജാഫറുമായിരുന്നു. രണ്ടുപേരോടും ഈ വേദിയിൽ നന്ദി പറയാതിരിക്കുന്നത് ഒരുപക്ഷെ നന്ദികേടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരാൾ ഇപ്പോഴും എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. ഞാൻ ജയിച്ചു, എന്റെ സ്വീകരണം കഴിഞ്ഞു, എന്റെ നിയോജക മണ്ഡലത്തിൽ ആഹ്ലാദങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും പേനയും പേപ്പറും പിടിച്ച് എന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരാൾ ഇപ്പോഴും മൂന്നിയൂരുകാരനായി ഉണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, പ്രിയപ്പെട്ട അൻസാർ കളിയാട്ടമൊക്കെയാണ്. ഇപ്പോഴും പേനയും പേപ്പറും പിടിച്ച് എന്റെ കണക്കുകൾ ഉണ്ടാക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് അവനുണ്ട് എന്നത് എനിക്ക് കരുത്തു പകർന്നിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ രണ്ട് സഹപ്രവർത്തകർ ഒരുപക്ഷെ ഞാൻ രാത്രി 1 മണിക്കും 2 മണിക്കും വീട്ടിലേക്ക് വരുമ്പോ ഒന്നിലധികം തവണ എന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ കാത്തിരുന്നു. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ട് അവർ മടങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെ ഞാൻ വിളിച്ചില്ല. കാരണം അവര് പോവുമെങ്കിൽ പോയിക്കോട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ പിന്നെയും വന്ന് ഞാൻ പോകുന്ന വഴിയരികിൽ കാത്തിരുന്ന് എനിക്ക് കൈവീശി, ഒരുപക്ഷെ ഞാൻ അവരെ കണ്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പിന്നെയും അവർ വരുമ്പോ എന്റെ മനസ്സിൽ തോന്നിയത് അത് യഥാർത്ഥത്തിലുള്ള എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ തന്നെ കടന്നു വന്ന രണ്ടുപേരാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷമീലും റാഷിഖും നിരന്തരമായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊരു കൂട്ടർ ഇവിടുത്തെ MSFകാരാണ്. ഒരുപക്ഷെ രാത്രിയിലാണ് അവരെല്ലാവരും ഒരുമിച്ചുണ്ടായത്. പ്രിയപ്പെട്ട മുസാഫിറും ആദിലും ഇർഷാദും അസീബും അതോടൊപ്പം നാസിബും ഉൾപ്പെടെ എല്ലാ MSFകാരും ഒരുപക്ഷെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജംഷീലയും എന്റെ വാർഡ് കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രിയപ്പെട്ട സുബ്രാബിയും ഫാസിലയും സാബിറത്തെയും ഒക്കെ സദിയത്തെയും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും എന്റെ നാട്ടിലുണ്ടായി. നാട്ടുകാർ ആരും പേര് ഞാൻ ഇവിടെ പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ബാപ്പുട്ടിയാച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ എന്തിനാണ് അദ്ദേഹം ഞാൻ എന്നെ പോലെ ഒരാൾ മത്സരിക്കുമ്പോ 1ഉം 2ഉം കഴിഞ്ഞ് 3ഉം 4ഉം തവണ എന്റെ മണ്ഡലത്തിൽ വന്നത് എന്ന് എനിക്കിപ്പോഴും വ്യക്തതയില്ല.
ഒരു പക്ഷെ എന്റെ തിരഞ്ഞെടുപ്പിൽ ഒരു വട്ടം പോലും വന്നു നോക്കേണ്ട ഒരാവശ്യവുമില്ലാത്ത ഒരാൾ 1-2 തവണയല്ല 3-4 തവണ എന്റെ മണ്ഡലത്തിൽ വരികയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി PM ഷാവുൽ അമീദി സാഹിബ് നമ്മുടെ നിരീക്ഷകനാണ്, നമുക്ക് അതിഥിയാണ്. ഞാൻ ആ മണ്ഡലത്തിലെ പലയിടത്തും ചെല്ലുമ്പോഴും ഒരു 5-6 ഇടങ്ങളിൽ എന്നോട് പറഞ്ഞു ഷാവുൽക്ക് വിളിച്ചിരുന്നു. എന്നോട് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഷാവുൽക്ക് വിളിച്ചിരുന്നു, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രാസ്ഥാനിക ബന്ധുക്കൾ ഉൾപ്പെടെ അങ്ങനെ വന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മൂന്നീരുകാരൻ എന്ന രീതിയിൽ ഏറെ അഭിമാനമുണ്ട് എന്ന് നിങ്ങളോട് മാത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ സ്വീകരണത്തിന്, ഈ പറയുന്ന നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഏത് വാക്കുകൊണ്ട് നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ആത്മാർത്ഥമായ ഒരു വാചകം ഞാൻ പറയുന്നു. മൂന്നീരുകാർക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു MLA അല്ല 2 MLA ഉണ്ടായിരിക്കുമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. അത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട, ഇതിൽ വന്നു കയറിയപ്പോ ആ ചിന്തകൾ എന്റെ മുമ്പിലേക്ക് വന്നിരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന സമയത്തിൽ എന്നെ വല്ലാണ്ട് വീർപ്പ് മുട്ടിച്ച ഒരു കാര്യം, വേദിയിൽ ഒരു കസാര ഒഴിവുണ്ട്, സദസ്സിലും ഒരു കസാര ഒഴിവുണ്ട്. ആ കസാര നികത്താൻ നമുക്ക് ഇന്നേ വരെ സാധ്യമായിട്ടില്ല. 2 കസാരകൾ ഈ സമ്മേളന നഗരിയിൽ ഒരുപക്ഷെ നിറഞ്ഞു നിൽക്കുന്ന സമ്മേളന വേദിയിലും 2 കസാരകളുടെ ഒഴിവുണ്ട്. നിങ്ങൾ എത്ര പേർ എത്ര ഉറക്കെ കൈയടിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ 2 പേർ ഇവിടെ ഇന്ന് വേദിയിൽ കൈയടിക്കുമായിരുന്നു. നിങ്ങൾ എത്ര പേർ സന്തോഷിച്ചു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരുടെയും സന്തോഷങ്ങൾ ചേർത്ത് വെച്ചാൽ അതിനേക്കാൾ സന്തോഷത്തിൽ 2 പേർ ഈ ഹാളിൽ സന്തോഷിക്കേണ്ടവരുണ്ടായിരുന്നു. 2 പേരും എന്ന് മൂച്ചിത്താണി ഖബർസ്ഥാനിലെ 6 അടി മണ്ണിനാണുള്ളത്. എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രിയപ്പെട്ട ബക്കർക്കയും പ്രിയപ്പെട്ട അംസകോയ സാഹിബും ഒരാൾ ഈ വേദിയിൽ നമ്മോടൊപ്പം ഉണ്ടാകേണ്ടതാണ്, മറ്റൊരാൾ ഈ സദസ്സിൽ നമുക്ക് മുമ്പിൽ ഇരിക്കേണ്ടതാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട അംസകോയ സാഹിബ്, ഒരുപക്ഷെ ബക്കർക്കയുടെ വിയോഗം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല, നമ്മളെ ഭയങ്കരമായ ഒരു ഹൃദയത്തിന് വലിയൊരു പൊട്ടലുണ്ടാക്കിയിട്ടില്ല. കാരണം അതൊരു വിളക്ക് അണഞ്ഞു പോകുന്ന പോലെ മെല്ലെ മെല്ലെയാണ് അണഞ്ഞുപോയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം അണയുകയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിരുന്നു. ഒരു ഇരുട്ട് വരുന്നുണ്ടെന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിരന്തരമായി ചികിത്സക്ക് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടുപോകുമെന്ന ഉറപ്പും നമുക്കുണ്ടായിരുന്നു. അത് തന്നെ അദ്ദേഹം വിട്ടുപോകുമ്പോ ഹൃദയത്തിൽ വലിയ വികാരം ഉണ്ടായി, വലിയ വേദന ഉണ്ടായി, നമുക്കെല്ലാവർക്കും സങ്കടമുണ്ടായി. അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിലേക്കാണ് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായി അഭിമന്യായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ ആദ്യം ഞാൻ ഓടിച്ചെന്നത്. അങ്ങോട്ട് വരുമ്പോ എന്റെ വീട്ടിലേക്ക് ആദ്യം കയറി വന്ന് എന്റെ കൈ പിടിച്ച് ബക്കർക്കന്റെ ഖബറുകൾ പോണ്ടടാ എന്ന് ചോദിച്ച് എന്റെ കൈ പിടിച്ച് കൊണ്ടുപോയത് പ്രിയപ്പെട്ട അംസകോയ സാഹിബാൻ. ആ ഖബർസ്ഥാനിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അവിടെ നിന്നാണ് പാണക്കാട്ടേക്ക് ആദ്യമായി പോയത്. പക്ഷേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ് ആ റിസൾട്ട് വന്ന് ആദ്യം ഞാൻ ഓടിച്ചെന്നതും അതേ ഖബർ അരിയിലേക്കാണ്. പക്ഷെ അന്ന് എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയ അംസകോയ സാഹിബും ആ ഖബറിന്റെ തൊട്ടപ്പുറത്ത് 6 അടി മണ്ണിനടിയിലാണ് എന്നത് ഒരു പക്ഷേ നിയോഗം പോലെ വന്നു ചേർന്നതാണെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സന്തോഷത്തെ മുഴുവൻ കെടുത്തുന്ന, തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ സന്തോഷം മുഴുവൻ കെടുത്തുന്ന ഒരു വിയോഗമായിരുന്നു അംസകോയ സാഹിബിന്റേത് എന്ന് പറയാതിരിക്കാനാവില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആദ്യം ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ വരിയിലാണ് അദ്ദേഹം ഉണ്ടാവുക എന്ന കാര്യം സംശയമില്ല. ഒരു പക്ഷേ അംസകോയ സാഹിബ് ഒരു ലൈറ്റ് കെട്ടുപോകുന്ന പോലെ പെട്ടെന്ന് അണഞ്ഞു പോയതാണ്. ബക്കർക്കയേക്കാൾ നമ്മളെ വേദനിപ്പിച്ചത് അംസകോയ സാഹിബിന്റെ വിയോഗമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വിളക്കണഞ്ഞു പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞാണ് ബക്കർക്ക പോയതെങ്കിൽ കത്തിച്ചൊളിച്ചു നിൽക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി പോവുകയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയ വിയോഗം എന്റെ നാടിന്റെ ശൂന്യതയെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവിടെ വാർഡ് കമ്മിറ്റി അവാർഡ് വാങ്ങാൻ വേണ്ടി കയറി വന്നപ്പോ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. കാരണം പാതി വഴിയിലാണ് ബക്കർക്ക പോയത്, തിരഞ്ഞെടുപ്പിന് മുൻപാണ് ബക്കർക്ക പോയത്, തിരഞ്ഞെടുപ്പിന്റെ പാതി വഴിയിലാണ് അംസകോയ സാഹിബും കടന്നുപോയത്. പക്ഷേ ആ സംഘടനയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഒരു പുതിയ തലമുറ എന്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് MAC സാഹിബിനോട് 1-ലധികം തവണ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു ശൂന്യതയുണ്ട്, ചെറുന്തൂരിനൊരു ശൂന്യതയുണ്ട്, അവിടെ ഒരു ഇരുട്ട് പകർന്നിട്ടുണ്ട്, അവിടെ ഒരു നേതാവിന്റെ അഭാവമുണ്ട്. ഒരു പക്ഷേ ഞാനൊരു താന്നൂരിലെ നിയമസഭാംഗമായി പോകുമ്പോ എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധം ശൂന്യത ആ നാട്ടിലുണ്ട്. അവരുടെ ശൂന്യതകൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാധ്യമാകുന്ന ഒന്നല്ല. ഞാൻ ഈ ഔദ്യോഗികമായി നിങ്ങൾ നൽകുന്ന സ്വീകരണത്തിൽ മൂന്നൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരും നിൽക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ നാട് പോലെ നിങ്ങളുടെ ഒരു കണ്ണും കാതും ചെറുന്നൂരിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണമെന്ന് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരോട്, ചെറുന്നൂരിലെ യൂത്ത് ലീഗിന്
നിങ്ങളുടെ ഒരു കാതും കണ്ണും ഉണ്ടാകണം. MSFന്റെ പഞ്ചായത്ത് കമ്മിറ്റിയോട് നിങ്ങളുടെ ഒരു കാതും കണ്ണും ഉണ്ടാകണം. ഞങ്ങൾക്ക് 2 പേർ ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട അസീസ് സാഹിബ് ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ഇനിയുള്ളത് പഞ്ചായത്ത് തലങ്ങളിൽ പ്രിയപ്പെട്ട അസീസ് സാഹിബാണ്. അദ്ദേഹം ബക്കർക്ക് പരിചയമാണ്, പകരമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ല. അംസക്കോയ സാഹിബിന് പകരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ട അസീസ് സാഹിബും പ്രിയപ്പെട്ട ജംഷീലയുമാണ്. ഞങ്ങളുടെ നേതാക്കന്മാരായ നാട്ടിൽ നിന്നുള്ളത് അവരെ സ്വീകരിക്കാനും ചേർത്ത് വെക്കാനും ആ നാടിൽ എങ്ങനെയാണോ ഈ സംഘടന പ്രകാശം പരത്തിയത് അതുപോലെ ആ പ്രകാശത്തെ നിലനിർത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ MLA എന്ന രീതിയിൽ നിങ്ങൾ സ്വീകരണം നൽകുമ്പോൾ വലിയ സന്തോഷമുണ്ട്, വലിയ ആത്മാഭിമാനമുണ്ട്. ഒരുപക്ഷെ പലരും എന്നോട് പറയാറുണ്ട്, നിനക്ക് കിട്ടിയ ഈ പദവി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, നിനക്ക് വലിയ ഭാഗ്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, എന്റെ കുടുംബാംഗങ്ങൾ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതെനിക്ക് അനുഗ്രഹമാണോ അള്ളാഹുവിന്റെ പരീക്ഷണമാണോ എന്ന് തീരുമാനിക്കേണ്ട ഘട്ടമായിട്ടില്ല. എന്റെ ഈ കാലം പൂർത്തീകരിക്കുമ്പോഴാണ് ഇത് അള്ളാഹു എനിക്ക് അനുഗ്രഹമായി നൽകിയതാണോ എനിക്ക് പരീക്ഷണമായി നൽകിയതാണോ എന്ന് ഞാൻ തിരിച്ചറിയുക. എനിക്കിതൊരു പരീക്ഷണമാവാതിരിക്കാൻ, എനിക്കൊരു അനുഗ്രഹമാവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.